നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്ക് ഞാൻ ചെറിയ റീഡിങ്സ് ഇടുകയാണ്. കുറച്ച് ദിവസം നല്ല തിരക്കാണ്. ആൻഡ് റീഡിങ്സ് ഞാൻ ബുക്കിംഗ് എടുക്കുന്നില്ല, പ്ലീസ്. ഓക്കെ, 25-ന് ശേഷം, ക്രിസ്മസിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ജനുവരിക്കുള്ള ബുക്കിംഗ് തരാം. ഇടയിൽ ഒന്ന് ബ്രേക്ക് ആക്കുന്നുണ്ട്, ബിക്കോസ് അത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തീർക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പെൻഡിങ് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഞാൻ വീണ്ടും ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ബുക്ക്ഡ് ആണ്, 25-ാം തീയതി വരെ ഓൾമോസ്റ്റ് ബുക്ക്ഡ് ആണ്. അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് ഞാൻ ഒരു ഗ്യാപ്പ് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്രിസ്മസ് കഴിഞ്ഞ് കോൺടാക്ട് ചെയ്താൽ അടുത്ത റീഡിങ്ങിൻ്റെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് ഇന്നത്തെ ദിവസം അവരുടെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ നിങ്ങൾ കോൺടാക്ട് ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. ഓക്കെ, അവരെന്താ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആൻഡ് ജസ്റ്റ് ഇന്നപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ, നിങ്ങളുടെ പേഴ്സൺ ഇന്നിപ്പോൾ എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കോൺടാക്ട് വല്ലതും നോക്കാം, നമുക്ക് എന്താ കാണുന്നത് നോക്കാം. ഓക്കെ, ഒരു ഫീലിംഗ് ആൻഡ് മെസ്സേജസ് എടുക്കുന്നു എൻ്റെ പേഴ്സൻ്റെ. ഞാൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, 10 of Wands, Queen of Pentacles, എന്താ പേജ് ഓഫ് കപ്സ് ഉണ്ട്, ടവർ കാർഡ് ഉണ്ട്, Queen of Swords, Six of Cups ഇവിടെ ഉണ്ട്, ആൻഡ് 8 of Cups ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ കുറേ പേർക്കൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ 5 of Pentaclesഉം വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നോ കോൺടാക്ട് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം, നിങ്ങൾ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ജസ്റ്റ് അകന്ന് നിൽക്കുമായിരിക്കും. ലൈക്ക് വന്ന് നിങ്ങളുടെ മെസ്സേജ് വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല പേഴ്സൻ്റെ ലൈഫിൽ എന്താ നടക്കുന്നത്, ഇന്നത്തെ ദിവസം എന്താ നടക്കുന്നതെന്ന് അറിയില്ല അല്ലേ. അപ്പോൾ ഇവിടെ കാണുന്ന 10 of Wands ആണ്, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ബേർഡനിലാണെന്ന്. ഓക്കെ, ബേർഡൻ അത് എന്തിനെക്കുറിച്ചാണെന്ന് പറയുമ്പോൾ അവർ മണിയെക്കുറിച്ചാണ് പറയത്. ഓക്കെ, അവർ ജോലി, കരിയർ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു ടെൻഷനിലാണ് അവരിന്ന്. അവരുടെ ലൈഫിൽ അവരുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ എന്തെങ്കിലും പ്രോബ്ലം, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവാം. ഫീലിങ്സ് യെസ് നിങ്ങളോടുണ്ട്. പേജ് ഓഫ് കപ്സ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ആ ഫീലിംഗ് അവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, പക്ഷേ എന്താ പറയുക, നമ്മൾ പറയില്ലേ ഒരു ഇത് ശരിക്കും ഇവിടെ ഒരു പിഗ് ഫ്ലൈങ് പോലെയാണ്, ഒരു നമ്മുടെ എന്താ പറയുക പന്നി പറക്കുന്ന പോലെയാണ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രീം എന്ന് കണക്കാക്കാം. ഓക്കെ, അവരൊരു ശരിക്കും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഓക്കെ, അവർ എവിടെയോ നമ്മൾ പറയില്ലേ ഈ സ്ട്രെസ്സിൻ്റെ ഒക്കെ ഇടയിലും അവരിടയിൽ ടൈം കിട്ടുമ്പോൾ നിങ്ങളെക്കുറിച്ചാണ് ഓർക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഫീലിംഗ് ഇവിടെ കാണുന്നുണ്ട്. ഇതിവിടെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, ടവർ കാർഡ് ഉണ്ട്, നിങ്ങൾ തമ്മിൽ അവർ ആ ഓർക്കുന്നത് ചിലപ്പോൾ ഈ ടവർ മൊമെൻറ്റിനെ കുറിച്ചായിരിക്കാം. നിങ്ങൾ തമ്മിൽ ആ ഒരു ബ്രേക്കപ്പ് വന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേറ്റ് ആയതിനെക്കുറിച്ചായിരിക്കാം ഓർക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അവരുടെ ലൈഫിലെ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കാം. ഓക്കെ, ലൈഫിൽ അവർ ചില കാര്യങ്ങൾ അനുഭവിക്കുന്നതായിട്ടും ഉണ്ട്. ഓക്കെ, ആ ഒരു സ്ട്രെസ്സ്, സ്ട്രെയിന്, അങ്ങനത്തെ കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്യുമ്പോഴും അവരെവിടെയോ നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് അവരുള്ളിൽ ഒരു നൊസ്റ്റാൾജിയ പറയില്ലേ അതിൽ വരുന്നുണ്ട് അവർക്ക്. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് ഉണ്ട്. സോ ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ അവരുടെ ലൈഫിൽ ഇഷ്യൂസ് ആവാം. ഓക്കെ, അവർ ലൈഫിൽ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടതിനെ കുറിച്ചുള്ള ഓർമ്മയായിരിക്കാം. ഓക്കെ, രണ്ടും പറയാം. മേ ബി നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു നല്ലൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റിലായിരിക്കാം. ഓക്കെ, അതും ഉണ്ടാവും. ഓക്കെ, അവരുടെ ലൈഫിൽ പക്ഷെ എനിക്ക് തോന്നുന്നത് അവർ ചില ബേർഡൻ അനുഭവിക്കുന്നത് ചിലവർക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനോ ആവാം. ഓക്കെ, അതും പറയാലോ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പോ കാര്യങ്ങളോ ആയിരിക്കും, എൻ്റെ തേർഡ് പാർട്ടി കാരണമായിരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു അബണ്ടൻസിൽ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് വേറെ തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ ഇൻവോൾവ് ഉണ്ടാവും. അതിപ്പോൾ ആരും ആവാം, പാരൻസ് ആവാം, ജോലി അങ്ങനത്തെ കാര്യങ്ങളും ആവാം, ഈവൻ ഫ്രണ്ട്സ് ആവാം, വേറെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഫാമിലി, വൈഫ്, ഹസ്ബൻഡ്, അങ്ങനെ എന്തും എടുക്കാം. ഓക്കെ, സോ ചിലപ്പോൾ ആ കാര്യങ്ങളും ആയിരിക്കാം അവരെ ഓർക്കുന്നത്. ഓക്കെ, ഞാൻ ഓരോ സിനാരിയോ പറയാൻ നോക്കുകയാണ്, എല്ലാവർക്കും ഒരേതായിരിക്കില്ലല്ലോ. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ സ്ട്രെസ് ആയിരിക്കും, ചിലവർക്ക് ഫാമിലിയുടെ സ്ട്രെസ് ആയിരിക്കാം, ചിലവർക്ക് നിങ്ങൾ തമ്മിലുണ്ടായ ഇഷ്യൂസിനെ കുറിച്ചുള്ള ഓർക്കലായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളെക്കുറിച്ചിപ്പോൾ ഓക്കെ അത് മാത്രം പറയാം, നിങ്ങളെ ഓർക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ അവർ ഓർക്കുന്നുണ്ട്. King of Swords, yes, okay. Ace of Pentacles, 5 of Cups, Page of Wands, Fool card. ഞാനിത് മനസ്സിൽ വിചാരിച്ചു, എൻ്റെ അത് വരും ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. യെസ്, നിങ്ങളുടെ അടുത്ത് ലേശം മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് സൈലൻ്റ് ആയിരിക്കാം, ടോട്ടലി വിട്ടുപോയി ചിലവർക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ടോട്ടൽ എൻഡിങ് ആയിരിക്കാം, അത്രത്തോളം ബ്രേക്കപ്പ്, ബ്ലോക്ക് ചെയ്തു പോയി, തീരെയും ലൈക്ക് സംസാരമില്ല എന്ന രീതിക്കായിരിക്കാം. നല്ലൊരു വലിയ വഴക്ക് ഇട്ട് നിങ്ങൾ പിരിഞ്ഞതായിരിക്കാം. ഓക്കെ,
അല്ല വഴക്കിട്ട് പിരിഞ്ഞതല്ലെങ്കിൽ തന്നെ ഓക്കെ ജസ്റ്റ് അവർ മാറി നിൽക്കുന്നതായിരിക്കും. ഓക്കെ, അവർ വേറെ സിറ്റുവേഷൻസ് കാരണം, അവരുടെ ലൈഫിലെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷനോ ഒക്കെ കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും. ഹെർമിറ്റും ഉണ്ട് ഇവിടെ. സോ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്ന രീതിയിൽ പറയാം. ചിലവർക്ക് ഈഗോ കാരണവും ആവാം. ഓക്കെ, എന്തായാലും എംപറർ വന്നിട്ടുണ്ട്. സോ ചിലവർക്ക് ഈഗോ വെച്ച് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഇല്ലെങ്കിൽ കൂടി അവർ ലേശം എന്തെങ്കിലും ചിലപ്പോൾ ചെറിയ കാര്യം കിട്ടിയാൽ മതി. ഓക്കെ, അതിലൊരു ഈഗോ അടിച്ചിരിക്കുന്നതാവാം. ഓക്കെ, എന്തായാലും ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഇതെല്ലാം എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ സെപ്പറേഷൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അകന്ന് നിൽക്കൽ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ അവർ ഫൈനാൻസിൻ്റെ ഇഷ്യൂസിലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഇത് ഓഫർ തരാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിക്കാണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾക്കൊരു ഓഫർ തരുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തരുന്ന കാര്യമാണ്, നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. ആൻഡ് ഇവിടെ മിസ്സിങ് ഉണ്ട്. ഓക്കെ, അവർക്ക് നഷ്ടബോധമുണ്ട് അവരുള്ളിൽ. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവും എന്നല്ല ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് വാൻസ് നമ്മുടെ മെസ്സേജിൻ്റെ കാര്യമാണ്. നിങ്ങളടുത്ത് മെസ്സേജ് ചെയ്ത് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഫുൾ കാർഡും ഉണ്ട്. ഓക്കെ, ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, ഒരു പുതിയ തുടക്കം. എല്ലാം മറന്ന് വീണ്ടും നമ്മൾ നല്ല ഒരു പഴയ കാലത്ത് ആദ്യമൊക്കെ എന്തായിരുന്നോ അതേപോലെ നിങ്ങൾ തിരിച്ചാവണം എന്ന രീതിക്കുള്ള ചിന്തയാണ് അവരുള്ളിൽ. ഓക്കെ, അവർ വല്ല ഫൈനാൻഷ്യൽ ഇഷ്യൂസോ എന്തെങ്കിലും അവരെ ലൈഫിൻ്റെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയോ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് രണ്ടും യെസ് ഒരു മിസ്സിങ് എനർജി തന്നെയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിക്ക് തന്നെയാണ്. അവർ മെസ്സേജ് വരും. ഓക്കെ, മെസ്സേജ് വരാനുള്ള നല്ല ചാൻസ് ആണ് ഇന്ന്. ആക്ച്വലി അവർക്ക് മെസ്സേജ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു റീഡിങ് കാണുമ്പോൾ നിങ്ങളിത് നമ്മൾ പറഞ്ഞവർക്ക് മെസ്സേജ് ചെയ്യാൻ തോന്നുന്നുണ്ട് അല്ലേ, പക്ഷെ മാറി നിൽക്കുകയാണ്. ബിക്കോസ് നിങ്ങളുടെ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട്, നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഓർത്തിട്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാരണം, ഓക്കെ എന്ത് തന്നെയായാലും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ പോലും അവരൊന്ന് ലേശം മാറി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിറ്റുവേഷനിലെന്ന് വെച്ചാൽ നിങ്ങൾ ഈ റീഡിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ പറയാം. ഓക്കെ, അവർ ഫോൺ എടുത്ത് നോക്കുന്നുണ്ടാവും. ഓക്കെ, അവർ ഫോൺ എടുത്ത് നോക്കിയിട്ട് മെസ്സേജ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടാവും. ഓക്കെ, ചെയ്യാതെ പോയതായിരിക്കും, പക്ഷെ ചെയ്തോളും. ഇന്നത്തെ ദിവസം അവർ എന്തായാലും മെസ്സേജ് ചെയ്യാൻ ചെയ്തിരിക്കും എന്ന രീതിയിലൊക്കെ നിങ്ങളുടെ മനസ്സിൽ പറയാം. ഓക്കെ, അല്ലാതെ അവിടെ നെഗറ്റീവ് കൊണ്ടുവരണ്ട. തേർഡ് പാർട്ടി കാരണം എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, അവർക്ക് ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, എൻ്റെ അടുത്ത് വരാനുള്ള സമയമില്ലാത്ത, ഇങ്ങനൊന്നും ചിന്തിക്കാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇതിനെ മാറ്റണമെങ്കിൽ, ഓക്കെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തേക്ക് നല്ലൊരു എന്താ പറയുക കമ്മിറ്റ്മെൻറ്റുമായിട്ട് അവർ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ മാറ്റിയെടുക്കാം. ഓക്കെ, നിങ്ങൾ ആലോചിക്കാതെ ഫോണിനെ നോക്കിയിട്ട് നിങ്ങൾ പറയാം. ഓക്കെ, ഈ ഫോൺ അവർ തുറന്ന് നോക്കും. നിങ്ങൾ ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമല്ലോ. ഓക്കെ, നിങ്ങൾ ഫോൺ എടുത്ത് അവരെ വാട്സാപ്പിൽ നോക്കും. ഓക്കെ, ചിലപ്പോൾ അവർ ബ്ലോക്ക്ഡ് ആണെങ്കിലും നിങ്ങളെടുത്ത് നോക്കും അല്ലേ, തുറന്ന് നോക്കും. സോ അതുപോലെ അവരും ചെയ്യുന്നുണ്ട്. അവരും ആലോചിക്കുന്നുണ്ട്, ഫോൺ എടുത്ത് ടൈപ്പ് ചെയ്യുന്നുണ്ട്, ടൈപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് വിട്ടതാണ്. ഓക്കെ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആദ്യം വന്നോളും. അങ്ങനെയൊക്കെ കുറച്ച് പോസിറ്റീവായിട്ട് നിങ്ങൾ ഒരു തോട്ട്സ് കൊണ്ടുവരാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് മാനിഫെസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, മാക്സിമം നിങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പേഴ്സൺ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. എന്തായാലും ഇവിടെ കാണുന്നത് അവർക്ക് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്ന് തന്നെയാണ്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് കൂടിയാണ്. ഓക്കെ, മേ ബി നിങ്ങൾ വളരെയധികം സ്റ്റേബിളായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും ഞാനും നല്ലൊരു ഓഫറുമായിട്ട് വരണം എന്ന് തോന്നുന്നുണ്ടാവാം. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും. ചിലവർ ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ അതൊക്കെയാണ് അവരെ ഒന്ന് പുറകോട്ട് വലിക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ തോട്ട്സിനെ ഒന്ന് ചേഞ്ച് ചെയ്താൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിലുണ്ട് ആ പവർ. ഓക്കെ, ലെറ്റ്സ് സീ attention of others. I am addicted to the attention of others. I love feeling wanted and needed. I don't feel whole without it. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഒരു ലേശം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഈ അറ്റൻഷൻ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ വേണം വെച്ചിട്ടല്ല, അവർക്കിപ്പോൾ നിങ്ങളോട് സ്നേഹമില്ലാതെയോ അങ്ങനെയൊന്നുമല്ല, ബട്ട് എവിടെയോ അവർക്ക് മറ്റുള്ളവർ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ അവർ വളരെ അട്രാക്റ്റീവ് പേഴ്സണൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആ അറ്റൻഷൻ വലിയ ഇഷ്ടമാണ്. ഓക്കെ, അല്ലാതെ ഇപ്പോൾ അവരോട് ഒരു താല്പര്യം ഉണ്ടായിട്ടോ അങ്ങനെയുള്ള ഒന്നും ആവണമെന്നില്ല. പക്ഷെ എവിടെയോ ലൈക്ക് പറയില്ലേ, നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ ആരെങ്കിലും സംസാരിച്ച് വന്നാൽ നിങ്ങളൊക്കെ ആണെങ്കിൽ എനിക്കറിയാം നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് അറിയാം. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്ത് വിടും അല്ലേ, നിങ്ങളത് സംസാരിക്കാൻ പോലും നിൽക്കില്ല. കാരണം നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പേഴ്സൻ്റെ അറ്റൻഷൻ മാത്രം മതി നിങ്ങൾക്ക്. പക്ഷേ ഈ പേഴ്സൺ ലേശം ഒരു അങ്ങനെ അറ്റൻഷൻ പ്രിയനാണ്. ഓക്കെ, അവർക്ക് അങ്ങനെ ഇഷ്ടമാണ്. എന്നിട്ട് അവരെ ആരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെയും അറ്റൻഷൻ അവർക്ക് ഇഷ്ടമാണ്, മറ്റുള്ളവരും അവർക്ക് കൊടുക്കുന്ന അറ്റൻഷൻ അവർക്ക് ഇഷ്ടമാണ്. അതൊരു തരത്തിൽ നെഗറ്റീവ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. Let me go. You deserve all the good things in this world, and right now I'm not in a space to give you the type of connection you deserve. Live your life and let me go. യെസ്, ഇതാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ എവിടേക്കോ ചില പ്രശ്നങ്ങളുണ്ട് അവരുടെ ലൈഫിൽ.
ഒന്നുമില്ലെങ്കിൽ അവരെ ഞാൻ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, ഫാമിലി ഇഷ്യൂസ് ആവാം, ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അവരുടെ ഈ കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ തന്നെ അറിയാം ദറ്റ് അവർ നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ടല്ല ഒരു വ്യക്തിയല്ല എന്നുള്ളത് അവരുടെ ഉള്ളിൽ അവർക്ക് തിരിച്ചറിവുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾക്ക് തരേണ്ട റെസ്പെക്റ്റ്, നിങ്ങൾക്ക് തരേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള ഒരു സ്പേസിലല്ല ഇപ്പോൾ അവർ. ഓക്കെ, അതുകൊണ്ട് അവർ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾ വിട്ടു പൊക്കോളൂ എന്നാണ് പറയുന്നത്. മേ ബി നിങ്ങളുടെ അടുത്തായിരിക്കും പറയുന്നത് ന്യൂ ബിഗിനിങ് നിങ്ങളായിക്കോളൂ എന്ന്. ഓക്കെ, ബട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ല, നിങ്ങളോടല്ല എന്നാലും ഞാൻ പറയാം, അവരെ വിട്ട് കളയാനാണ് പറയുന്നത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾ അങ്ങനെ വിടില്ല അല്ലേ. You are my favorite. You are the person I want to call when something good or bad happens. The first thought when I have news to share. You are my person. നിങ്ങളോട് എത്രത്തോളം ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ സ്പെഷ്യൽ ആണ് അവർക്ക്. ഓക്കെ, നിങ്ങൾ അവരെ ഫേവറേറ്റ് ആണെന്നാണ് പറയുന്നത്. വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും ശരി, അവർക്ക് അറ്റൻഷനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എവിടെയോ നിങ്ങൾ തന്നെയാണ് അവർക്ക് ഫേവറേറ്റ്. പക്ഷേ ഈ ചില സ്വഭാവങ്ങളുണ്ടല്ലോ, അത് നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസാണ്, അവർക്ക് തന്നെ അറിയുകയും ചെയ്യാതെ. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആദ്യം നിങ്ങളോടാണ് വന്ന് പറയാൻ ആഗ്രഹം. എനിക്ക് ആൻഡ് അവർക്ക് ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളായാലും നിങ്ങളോട് വന്ന് പറയാനാണ് ഇഷ്ടം. ഓക്കെ, ബട്ട് ചില അൺക്ലിയർ, ഐ ഡോണ്ട് നോ ഹൗ ഐ ഫീൽ അബൌട്ട് ദിസ് കണക്ഷൻ എനിമോർ. യെസ്, അവരെന്നെ ഇപ്പോൾ ഒരു ക്ലിയർ മൈൻഡിലല്ല. ഓക്കെ, എന്നിട്ട് അവർക്ക് ഈ സിറ്റുവേഷനെ കുറിച്ച് എന്താ ചെയ്യേണ്ടത് എന്നാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇതുകൊണ്ടാണ്, അവരുടെ മൈൻഡിൽ അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല ഈ കണക്ഷന് എന്താ ചെയ്യേണ്ടത് എന്ന്. You hurt me. Everything that happened hurt me so much. I need more time to heal. Maybe നിങ്ങളെന്തെങ്കിലും അവരെ പറഞ്ഞു കാണാം. മേ ബി അവർ ചെയ്ത എന്തെങ്കിലും തെറ്റ്, എന്തെങ്കിലും മിസ്റ്റേക്ക്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ വല്ലതും പറഞ്ഞു കാണാം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈഗോൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചിലപ്പോൾ നിങ്ങളൊരു കാര്യം പറയുമ്പോഴേക്കും തന്നെ അവർ വല്ല ഈഗോ കൊണ്ട് അതിനെ നെഗറ്റീവായി എടുത്തും കാണാം. അങ്ങനെയാവാം. എന്തായാലും നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ഓക്കെ, അതിവിടെ അവർക്ക് അങ്ങനെ തോന്നുമായിരിക്കും. ചിലവർ അങ്ങനെയാണ്, ചില ഈഗോ കൊണ്ട് അവർക്ക് അവരെ ഹേർട്ട് ചെയ്തു എന്ന് തോന്നും. ട്വിൻ ഫ്ലെയിം. You activated my soul to find my true purpose and destiny. You helped me heal in ways no one could. Thank you again for finding me. ഓക്കെ, നിങ്ങൾ ചിലവർക്ക് ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം. നിങ്ങൾ എല്ലാവരും ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് ആയിരിക്കാം. ഓക്കെ, മേ ബി അപ്പം നിങ്ങൾ പേഴ്സണിനെ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ എവിടെയോ നിങ്ങൾ അവരെ ലൈഫിൽ വന്നപ്പോൾ അവരൊന്ന് ട്രിഗർ ആയിട്ടുണ്ട്. ഓക്കെ, അവർ കുറച്ച് മാറ്റങ്ങൾ അവരിൽ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. അവരുടെ ചില നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അവർക്ക് തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയും പറയാം. മൈ ഡ്രീംസ്, ഐ ഹവ് ബീൻ ഡ്രീമിങ് അബൌട്ട് യു ഇൻ മൈ ഡ്രീംസ്. വി ആർ സോ ഫ്രീ ആൻഡ് ഇൻ ലവ്. വിഷ് ഐ കുഡ് സ്റ്റേ ദർ ഫോർ എവർ. അവരാഗ്രഹം ഇതാണ്. അവർ നിങ്ങളെക്കുറിച്ച് ഡ്രീം ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച്. ഓക്കെ, അവരുടെ സ്ട്രെസ്സിൻ്റെ ഇടയിലും കാര്യങ്ങളുടെ ഇടയിലും അവരുടെ മനസ്സിൽ ഡ്രീമിലൊക്കെ വരുന്ന നിങ്ങളാണ്. പകൽക്കിനാവ് എന്ന് പറയില്ലേ, പകൽക്കിനാവാണ് ഞാൻ ആക്ച്വലി ഇവിടെ ഉദ്ദേശിച്ചത്. പകൽക്കിനാവിൽ പോലും അവർ നിങ്ങളെയാണ് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. യു വെർൻ ക്രേസി, യു വർ റൈറ്റ്, ഐ ജസ്റ്റ് വാസൻ സ്ട്രോങ് ഇനഫ് ടു അഡ്മിറ്റ്. ഓക്കെ, അവരെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, കുറച്ച് വരിക, നിങ്ങളുടെ അടുത്ത് അടുക്കുക, വീണ്ടും മാറിപ്പോവുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് അത് നിങ്ങൾ അവസാനം ഫൈനലി മേ ബി നിങ്ങളായിരിക്കാം റിയാക്ട് ചെയ്ത് ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ അതിൻ്റെ ആയിരിക്കാം. അവർ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ അങ്ങനെ ഒരു റിയാക്ട് ചെയ്യും, ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ച് കാണില്ല. ഓക്കെ, സോ ഇങ്ങനെ ചില കാര്യങ്ങളാണ് ഇന്ന് കിട്ടിയത്. നിങ്ങൾക്ക് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. എന്തായാലും സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത്, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് മെസ്സേജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എത്രയും വേഗം തിരിച്ച് നിങ്ങൾ തമ്മിലൊരു പുതിയ സ്റ്റാർട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഉള്ളിൽ ചില ഡൗട്ട്സ്, ഞാൻ പറഞ്ഞില്ല, ഈ സ്ട്രെസ്സ് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടും ആയിരിക്കാം, നിങ്ങൾ തമ്മിലുണ്ടായ സിറ്റുവേഷൻസ് ഓർത്തിട്ടും ആയിരിക്കാം. അവരുടെ ചില നെഗറ്റീവ് ക്യാരക്ടേഴ്സ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും അല്ലേ, അത് ആ പേരിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വഴക്കിട്ടത്, അങ്ങനെയും വരാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഓക്കെ, എനിവേ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അത് മാത്രം ഇപ്പോൾ ആലോചിച്ചാൽ മതി തൽക്കാലം. ഓക്കെ, മെസ്സേജ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യങ്ങൾ അവർ ക്ലാരിറ്റിയോടെ പറയട്ടെ. വെയിറ്റ് ചെയ്യൂ. ഓക്കെ, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. എല്ലാം നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.